ഈ ഒരു എപ്പിസോഡ് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഈ സമ്മാനം സൗജന്യമായിട്ട് കൊടുക്കും. ഒരു ഏകദേശം നമുക്ക് എത്ര രൂപ വിലയുള്ള ഒരു ഡൈനിങ് ടേബിൾ എത്തിക്കാൻ പറ്റും? ഏകദേശം ഒരു 10,000 അടുത്ത് റേഞ്ച് വരുന്ന സമ്മാനം. 10,000 രൂപയുടെ സമ്മാനമാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. മരത്തിന്റെ ഡോറുകൾ 4,000 രൂപ തുടങ്ങിയിട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ കുറെ ഡിസൈൻസ് ഉണ്ട്. അതല്ലാതെ നമുക്ക് ഏത് ഡിസൈനും കസ്റ്റമർ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജനൽ പാളികളെല്ലാം നമുക്ക് 700 രൂപ തുടങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലുണ്ട്. നമ്മളൊരു കൊട്ടേഷൻ കൊടുക്കും. പിന്നെ തീർച്ചയായിട്ടും അത് കൊടുത്ത് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് നോക്കി സ്റ്റഡി ചെയ്ത് വാങ്ങിയാൽ മതി. ഈ ഇരിക്കുന്നതെല്ലാം 7,000 ആണ്. ഇവിടെ ഇരിക്കുന്നതെല്ലാം 7,000. അതെ. ഇതെല്ലാം ഇമ്പോർട്ടഡ് ഡോർസ് ആണ്, സ്റ്റീൽ ഡോർസ്. ഇതെല്ലാം ലോക്സും ഇതെല്ലാം വരുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ അറിയാം. കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മളെ കേരളത്തിൽ തേക്ക് ഡോറുകൾ 7,000 രൂപയ്ക്ക് തേക്ക് ഡോറുകൾ എത്തിച്ച് കേരളത്തിൽ എവിടെയും എത്തിച്ചു കൊടുത്ത് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് ടോൾ ട്രീസ്. അതെ. ഇതറിഞ്ഞ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വർഷം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു സാർ? വളരെ നന്നായിരുന്നു. ഒത്തിരി നമുക്ക് ഇപ്പോഴും അതിന്റെ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കോൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് അങ്കമാലിക്ക് അടുത്താണ് എടുത്തിരുന്നത്. ഈ സ്ഥാപനം 2 ബ്രാഞ്ചസ് നമുക്ക് വേറെ ഉണ്ട്. ഒന്ന് ചാലക്കുടി, 2 കാലടി. അതായത് ഇത് വന്നിട്ട് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് വന്നിട്ട് ചാലക്കുടിയിൽ നിന്നും തൃശ്ശൂർക്ക് പോകുമ്പോൾ പോട്ട സിഗ്നലിന് അടുത്തായിട്ട് വരും നമുക്ക് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ടോൾ ട്രീസ് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ എല്ലാം കിട്ടും. നമ്മുടെ എല്ലാത്തിൻ്റെയും നമുക്കുള്ള എല്ലാ ബ്രാഞ്ചസിൻ്റെയും ഡീറ്റെയിൽ നമുക്ക് കിട്ടുമല്ലേ? അതെ. നമുക്കിപ്പോൾ 7,000 രൂപയുടെ തേക്ക് മാത്രമല്ല, ഏത് രീതിയിലും നമുക്ക് കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഏത് രീതിയിലും നമുക്ക് ഇതിനെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. ഏത് ഡിസൈനിലും ഏത് അളവിലും, ഹൈറ്റ് കൂടിയതായിക്കോട്ടെ കുറഞ്ഞതായിക്കോട്ടെ, ഏത് ഡിസൈനും കസ്റ്റമർ തരുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കാം. അതിപ്പോ നമ്മൾ 7,000 ഡോർ പറഞ്ഞതുപോലെ തന്നെ മാക്സിമം പ്രൈസ് കുറച്ച് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റും. അതിപ്പോ കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഡിസൈൻ ഡിസൈൻ തരുന്നതനുസരിച്ചും അതിന്റെ വിഡ്ത്ത്, അതിന്റെ ലെങ്ത്, അതുപോലെ തന്നെ അതിന്റെ ഡിസൈൻ അതിനനുസരിച്ചായിരിക്കും നമുക്ക് കോസ്റ്റ് വരുന്നത്. കസ്റ്റം ചെയ്ത് നമ്മൾ ഏത് സൈസിന് വേണോ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇത് നമ്മൾ ഡെലിവറി കാര്യങ്ങൾ എങ്ങനെയാണ് സാർ? ഡെലിവറി 1 lakhന് മേലെയാണെങ്കിൽ കേരളത്തിൽ എവിടെയും ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. 1 lakhന് എബോ ആണെങ്കിൽ കേരളത്തിൽ എവിടെയും ഫ്രീ ആയിട്ട്. അതിപ്പോ കേരളത്തിൽ മാത്രമല്ല, നമുക്കിപ്പോ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക എവിടേക്ക് നമ്മൾ ഒത്തിരി. 1 lakhന് താഴെ വരുന്നതാണെങ്കിൽ നമുക്ക് ഡെലിവറി ചാർജ് ചെറുതായിട്ട് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 1 lakhന് ചെറിയ പർച്ചേസ് ഒക്കെ ആണെങ്കിൽ നമ്മളോട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു പീസ് ആയിരുന്നാലും ആ ഡെലിവറി ചാർജ് ഉൾപ്പെടെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഏകദേശം നമുക്കൊരു 300-400 രൂപീസിനടുത്താണ് നമുക്ക് ചാർജ് വരിക. അത്രയല്ലേ? അതെ. സാർ, ഈ ഫ്രണ്ടിൽ ഈ കുറച്ച് ഡിസൈൻസ് ഇങ്ങനെ അതെ, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഡെമോ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഏത് ഡിസൈൻ ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ ഇവിടെ കുറേ ഡിസൈൻസ് ഉണ്ട്. അതല്ലാതെ നമുക്ക് ഏത് ഡിസൈനും കസ്റ്റമർ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അതനുസരിച്ച് ചെയ്തു. അതെ. സാർ, നേരെ നമുക്ക് ഡോറുകളൊന്ന് കണ്ടാലോ? ഇതെല്ലാം നമുക്ക് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഡോറുകളാണ്. ഇതെല്ലാം ഫ്രണ്ട് നമ്മൾ ചട്ടം പണിത് പാനലിങ് ഒട്ടിച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ഏകദേശം 20,000 റേഞ്ചിൽ വരുന്ന ഡോറുകളാണ്. ഇതെല്ലാം പ്രീമിയം ഡോറുകൾ 20,000. അതെ. അത് ഈ പാനലിംഗ് ഡോറുകൾ. അത് നമുക്ക് തിക്നെസ്സും കൂടും. അതുപോലെ തന്നെ ഇതിന്റെ ടീക്ക് പാനൽ നമ്മൾ ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ടായിരിക്കും ഇത് ചെയ്യുക. അതെ. പിന്നെ അതുപോലെ തന്നെ അതിന്റെ തന്നെ കാറ്റഗറിയിലുള്ള ഡോറുകളാണ്. ഇത് കുറച്ച് പ്രൈസ് കുറവുണ്ടാവും. ഇതും പ്രീമിയം കാറ്റഗറിയല്ല. പ്രീമിയം കാറ്റഗറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് പലകയ്ക്ക് ജോയിന്റ് ഉണ്ടാവില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതെ. കാരണം ചെറു പലകകളാണ് നമുക്ക് നോർമലായിട്ട് വരിക. അതല്ലെങ്കിൽ പലക ഒന്നിനും നമുക്ക് ജോയിന്റ് ഉണ്ടാവില്ല. അതെ. നമ്മൾ ഈ പോളിഷ് ചെയ്യാതെയാണല്ലോ ഇവിടെ വെച്ചേക്കുന്നത്. നമ്മളെല്ലാം പോളിഷ് ചെയ്യാതെയാണ് നമ്മൾ കസ്റ്റമർ വന്ന് നോക്കിയിട്ട്. അതെ. അത് കസ്റ്റമർ ഓർഡർ തന്നാലും നമുക്ക് പോളിഷ് ചെയ്യാതെയാണ് നമ്മൾ കൊടുക്കുക. കാരണം അപ്പോഴാണ് മരത്തിന്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ അറിയില്ല നമുക്ക്. നമ്മൾ തേക്ക് ഡോറുകൾ മാത്രമാണോ ചെയ്യുന്നത്? എല്ലാ ടൈപ്പ് ഡോറുകളുണ്ട്. നമുക്ക് നാട്ടിൽ കിട്ടാവുന്ന എല്ലാ മരത്തിന്റെ ഡോറുകളെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ചെയ്യാം. അപ്പോൾ തേക്ക് ഡോറുകൾ അല്ലാതെ നോർമൽ ഡോറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 4,000 തുടങ്ങിയിട്ടാണ്. 4,000 തൊട്ട് ഡോറുകൾ. നമുക്ക് മരത്തിന്റെ ഡോറുകൾ 4,000 രൂപ തുടങ്ങിയിട്ട് സ്റ്റാർട്ടിംഗ് ആണ്. അത് ഏത് വുഡാണ് വരുന്നത്? അത് നമുക്ക് മഹാഗണി ഉണ്ട്. രണ്ടും പ്ലാവ് 6,500 വരും. അപ്പൊ അങ്ങനെ പല രീതിയിലും നമുക്ക് വരുന്നുണ്ട്. ചെയ്തു കൊടുക്കും. അതെ. ഇത് വന്നിട്ട് ഡോറുകളാണ്. പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഡോറുകളാണ്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതെ. വീണ്ടും
CNC വർക്ക് ചെയ്ത ഡോറുകളാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിന് ചട്ട ഉണ്ടാവില്ല, അതായത് ചട്ടമില്ല, പലക മാത്രം ഒപ്പിച്ചെടുത്ത് ചെയ്യുന്നതാണ് ഇതെല്ലാം. ഓക്കെ ഓക്കെ. ഇതെല്ലാം ഒത്തിരി നമ്മുടെ ഡോറുകളിൽ കുറച്ച് പോലും വെള്ള കയറി അങ്ങനെ വരത്തില്ല. ഇല്ല 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 ഇല്ല, വൈറ്റ് ഇഷ്യൂസ് അങ്ങനെ ഉണ്ടാവില്ല. ഇല്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ CNCയിലെ ഭംഗിയുള്ള ഡോറാണ്. കുറച്ച് വർക്കുകളൊക്കെ കൂടിയിടോ? അതെ 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 അതെ. ഇതിന് പ്രൈസ് എങ്ങനെ വരും സാർ ഈ ഡോർ? ഇത് ഏകദേശം ഒരു 22,000 അടുത്ത് നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരും. 22,000? CNC വർക്കുകളും എല്ലാം ഉൾപ്പെടെ വരുന്നുണ്ട്. അതെ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് വേറെ ഡിസൈനാണ് അല്ലേ? നോർമൽ. അതെ. ഇതിന് വന്നിട്ട് എത്ര വരും പ്രൈസ്? ഇത് വന്നിട്ട് ഏകദേശം 16,500 റുപ്പീസ് വരും. അത്ര വരുന്നുള്ളൂ, 16,500. അതെ അതെ അതെ. ഓക്കെ. പിന്നെ ഇതിൻ്റെ തന്നെ വിട്ട് കുറയാന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് കുറയും. അതെ. ഇത് നമുക്കിപ്പോൾ ഏകദേശം 1 മീറ്ററിൻ്റെ ആണ് വരുന്നത്. അതിനനുസരിച്ച് നമുക്ക് കുറയും. പിന്നെ അതുപോലെ തന്നെ ഉൾഡോറുകൾക്കൊക്കെ നമുക്ക് വരുന്നതാണ്. ഇതെല്ലാം പലക ജോയിൻ്റ് ആയിരിക്കും. പലക ജോയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു 9,000 റുപ്പീസിന് സ്റ്റാർട്ട് ചെയ്യും. 9,000? അതെ. ഇത് ഈ ഒരു ഡോറാണ്? അതെ 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 അതെ. ഓക്കെ. ഇതിപ്പോൾ ഈ ഒരു പീസായിട്ടാണെങ്കിൽ 9,000 ഒരു 300 കൂടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ എവിടെ വേണോ? അതെ അതെ അതെ, ചെയ്തു കൊടുക്കാൻ സാധിക്കും. കൊടുക്കാൻ പറ്റും. എല്ലാം വിത്തൗട്ട് പോളിഷ്ഡാണ് കൊടുക്കുന്നത്. കസ്റ്റമർക്ക് അതിന് പേടിക്കേണ്ട ആവശ്യങ്ങളില്ല. സാർ, ഈ ജോയിന്റ് വരുന്നു എന്ന് പറഞ്ഞില്ലേ? ഈ ജോയിന്റ് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും അതിൽ ദോഷമായിട്ടുണ്ടോ? ജോയിന്റ് വരുമ്പോൾ കൂടുതലും നമുക്ക് ചെറിയ പലകളാണ് നമ്മൾക്ക് ഉപയോഗിക്കുക. ജോയിന്റിന്റെ അകൽച്ചയോ കാര്യങ്ങളോ ഒന്നും നമുക്കത് മെഷീൻ ജോയിന്റ് ആയതുകൊണ്ട് ഇതുവരെയും അങ്ങനെ കംപ്ലൈൻറ്റ്സ് വളരെ കുറവാണ്. അതെ. പിന്നെ ഈ ജോയിന്റ്സ് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രൈസ് കുറച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പം നമുക്കിപ്പോൾ ഈ പലക ഇതിലും വിഡ്ത്ത് കുറവാണെന്ന് വെച്ചാൽ നമുക്ക് 7,000 റുപ്പീസിന് കടന്നു ഓൾറെഡി. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വീണ്ടും കുറഞ്ഞ പലകയുടെ ഇത്. അതാണ് നമുക്ക് 7,000 റുപ്പീസിന് കൊടുക്കാൻ സാധിക്കുന്നത്. അതെ 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 അതെ. ഇതെല്ലാം 7,000-ാണ്. അല്ല, ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് പണിക്കൂലി കൂടുതലല്ലേ വരിക? അതായത് ജോയിന്റ് ഇത് നമ്മൾ ബൾക്കായിട്ട് അടിക്കുന്ന കാരണം കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ സാധിക്കണേ. പീസോ 2 പീസോ അടിക്കുന്ന ആളുകൾക്ക് ഇത് ഒരിക്കലും സാധിക്കില്ല. അതെ. നോർമലായിട്ട് നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു 100 200 മേക്കിംഗ് ചെയ്യുക. നമ്മൾ ഓൺ മാനുഫാക്ചറിങ് ആണല്ലേ? അതെ 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 അതെ. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് അവിടെ ഗോഡൗൺ കാണിക്കാൻ പറ്റില്ലായിരുന്നു. ഈ വീഡിയോയിൽ നമുക്ക് ഇതിന്റെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് കാണിക്കാം അല്ലേ? ഓക്കെ. ഒത്തിരി ഡോറുകളുണ്ട്. ഇതാ നമുക്ക് ഇത് 12,500 വരുന്നതാണ്. അതെ 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 അതെ. ഇത് 12,500. ഇതും പലകയുടെ ലെങ്ത്. ഇപ്പൊ പലക ഇപ്പൊ വിഡ്ത്ത് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് മാറും. ഇത് വേറെ ഡിസൈൻ ആണ് അല്ലേ? അതെ. അതിന് പ്രൈസ് എങ്ങനെയാണ് സാർ? ഇത് 8,500. 8,500. അതെ അതെ അതെ. ഓക്കെ. ഓരോന്നിനും നമുക്ക് പ്രൈസ് ഉണ്ട് കറക്റ്റായിട്ട്. നീളത്തിനും വീതിക്കും അതിന് പലകൾ എങ്ങനെയാണ് വരുന്നതിനനുസരിച്ച് നമുക്ക് പ്രൈസ് ഉണ്ട്. അല്ലാതെ നമ്മളൊരു ഇത്ര വില പറഞ്ഞ് അതിനെ കുറയ്ക്കുന്നതോ അല്ലെങ്കിൽ കൂട്ടുന്നതോ അങ്ങനെ കറക്റ്റ് പ്രൈസ് ടാഗ് ഓൾറെഡി ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ. എല്ലാത്തിൻ്റെ ഉണ്ട്. കസ്റ്റമർ വന്നു കഴിഞ്ഞാലും ഇതിലെല്ലാം പ്രൈസ് ഇട്ടിട്ടാണ്. അതിന്റെ സൈസും കാര്യങ്ങളനുസരിച്ച് അവർക്ക് സൈസ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് പ്രൈസ് വ്യത്യാസം വരും, കുറയുകയാണെങ്കിൽ അതിനനുസരിച്ച് പൈസ കുറയും. അതെ. ഇതിപ്പോ കസ്റ്റമർ വരുമ്പോൾ സാർ പറഞ്ഞിട്ടാണല്ലോ കൊടുക്കുന്നത്. ഈ ജോയിന്റ് ഒന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കില്ല. അപ്പോഴേക്കും സാർ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഇത് പ്ലെയിൻ ആണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇല്ല, അത് അറിയാം. നമുക്ക് അത് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക കസ്റ്റമർക്ക്. കാരണം അതിനാണ് പ്രത്യേകത വിത്തൗട്ട് പോളിഷിന്റെ. അതെ അതെ. പോളിഷ് ചെയ്യുമ്പോൾ നേരത്തെ അതൊന്ന് ഇതാക്കുമ്പോഴേക്കും അത് അവർക്ക് അറിയാൻ സാധിക്കും കറക്റ്റായിട്ട്. അതെ അതെ. പിന്നെ ഒത്തിരി ഉണ്ട് നമുക്ക് ഡിസൈൻസ്. ഏത് ഡിസൈനും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് 10,500 ആണ് അല്ലേ? അതെ അതെ അതെ. ഇത് 11,500 അല്ലേ? അതെ അതെ അതെ. ഇത് നല്ലൊരു ഡിസൈൻ. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് 7,000 സ്റ്റാർട്ടായി. ഇതാണ് 7,000 ഡോറുകൾ. ഇത്രയും അത്യാവശ്യം വർക്കുകളൊക്കെ ഉള്ള ഇതാണ്. വർക്കുകളുണ്ട്, നല്ല രീതിയിൽ തന്നെയുണ്ട്. പലകൾ ചെറുതായിരിക്കുന്നു മാത്രം. പിന്നെ അതുപോലെ തന്നെ അതിന്റെ തന്നെ ചെറിയൊരു പ്രൊജക്ഷൻ. ഇതും ആ പ്രൈസ് ആണോ വരുന്നത്? അല്ല, ഇത് കൂടും. ഇത് 2,000 റുപ്പീസ് എക്സ്ട്രാ വരും, നമുക്ക് ചാർജ് വരും. എത്രയാണ് സാർ വരുന്നത്? 9,500 രൂപ വരും. ടോട്ടൽ 9,500 വരുന്നത്. ഓക്കെ. 9,500. ഇതിപ്പോൾ നമുക്ക് ബിസിനസ് കോൺട്രാക്ടേഴ്സ് ആയിരുന്നാലും എഞ്ചിനീയേഴ്സ് ആയിരുന്നു കഴിഞ്ഞാലും ഈ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് ആയിരുന്നാലും നമുക്ക് സൈറ്റിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും. സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കാം. എങ്ങനെയായാലും സൈറ്റിലേക്ക് എത്തിച്ചു കൊടുക്കാം, കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം ഒത്തിരി കോൺട്രാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ കൊടുക്കുന്നുണ്ട്. 12 വർഷം നമ്മൾ ഇത് ഈ സ്ഥാപനത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് നിലനിന്ന് പോകണമെങ്കിലും അതാണല്ലോ. അതെ അതെ അതെ. നമുക്കത് മാക്സിമം നമ്മളത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ 7,000-ാണത്. ഇത് ഏതാണ്? എത്രയാണ്? 7,000 തന്നെ. 7,000 തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു തേക്ക് ഡോർ വീട്ടിൽ വേണമെന്ന് ഉള്ളവർക്ക് 7,000 രൂപ കൊണ്ട് നമുക്ക് അതെ അതെ ഈ ഇരിക്കുന്നതെല്ലാം 7,000-ാണ്. ഇവിടെ ഇരിക്കുന്നതെല്ലാം 7,000-ാണ്. അതെ 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 അതെ. ഓക്കെ.
സാധിക്കും. പിന്നെ പല ടൈപ്പ് മെമ്മറൈൻ ഡോർസ്, അതുപോലെ തന്നെ സ്കിൻ ഡോർസ്, മഹാഗണിയുടെ പ്ലെയിൻ ഡോറുകൾ എല്ലാം നമുക്കുണ്ട്. ഇതും അതെ സെയിം മെമ്മറൈൻ ഡോറാണ്. പ്രൈസ് കുറഞ്ഞ ടൈപ്പിന്റെ നമുക്ക് ഇതൊക്കെ ഒരു 2,900 തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ട്. 2,900 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് അത്യാവശ്യം ബെഡ്റൂം കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കാമല്ലോ. അതെ. പിന്നെ അതുപോലെ തന്നെ സ്കിൻ ഡോറുകൾ എല്ലാം 2,200 വരുന്നുള്ളൂ. 2,200. അതെ. ഇതും നമുക്ക് ഡെലിവറി ഉള്ളതാണല്ലോ. 1 lakhന് മേലെ ഏതായാലും നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഈ 3,900-ന്റെ 2,400-ന്റെ ഇതും സിംഗിൾ പീസ് ചോദിക്കുന്നു വെച്ചു, അല്ലെങ്കിൽ ഒരു വീട്ടിലെ ആവശ്യത്തിന് ഒരു 3-4 ഡോർ ചോദിച്ചു കഴിഞ്ഞാൽ ഡെലിവറി ചാർജ് അയച്ചു കൊടുക്കും. പിന്നെ അയച്ചു കൊടുക്കുന്നതാണ് നമ്മൾ. ഇതെല്ലാം 7,000-ന്റെ ഡോറുകളാണിത്. ഈ ഇരിക്കുന്നതെല്ലാം 7,000-ന്റെ. അതെ. ഒത്തിരി ഉണ്ട്. നമുക്ക് അളവിലനുസരിച്ച് ഏതാണ് കസ്റ്റമർ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അതെ. ഈ 7,000-ന്റെ ഡോറിൽ ഡിസൈൻ മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാൻ പറ്റും സാർ? നമുക്ക് 7,000-ന്റെ ഡോറുകൾ നമുക്ക് കുറച്ച് സെലക്റ്റീവായിട്ട് 4-5 ഡിസൈൻസ് ആണ് നമുക്ക് ഉള്ളതായിട്ട്. നമ്മൾ കസ്റ്റം ചെയ്ത ഡിസൈൻസ് ആണ്. അതെ. ചേഞ്ചിങ് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൈസിന് ഡിഫറൻസ് വരും. പ്രൈസിൽ പണിക്കൂലി കൂടുന്നതിനനുസരിച്ച്. അതെ. അത് കാരണം ഒരെണ്ണമായിട്ട് എടുത്ത് ചെയ്യുമ്പോൾ അതിന് പൈസ കൂടും, നമുക്ക് കൂടുതലാവും. അതേ സ്ഥാനത്ത് ഇവർക്ക് ഈ പാറ്റേണിൽ തന്നെയാണ് അടിക്കുന്നതെങ്കിൽ പൈസക്ക് കുറവുണ്ടാവും. അതെ. നമ്മൾ കട്ടലുകളും ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. കട്ടല ജനല വാതിലിന്റെ സെഗ്മെന്റ് എല്ലാം ഉണ്ട്. അപ്പൊ കട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ എത്ര രൂപ ആയിരിക്കും? സ്റ്റാർട്ടിങ് നമുക്ക് 2,000 rupees തുടങ്ങിയിട്ടുണ്ട്. 2,000. അതെ. സിംഗിൾ പാളി വരുന്നതാണോ? സിംഗിൾ പാളി വരുന്നത്. ഡോറ്, അതായത് ഡോറിന്റെ കട്ടില. അതെ. അതുപോലെ തന്നെ നമുക്ക് വിൻഡോയും ഉണ്ട്. വിൻഡോയുടെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പല റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. അതും തേക്കിലും എല്ലാത്തിലും ഉണ്ട്. നമുക്ക് തേക്ക്, പ്ലാവ്, ആഞ്ഞലി, നാടൻ മരങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. തേക്കിന്റെ കട്ടില വരുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിംഗ് എത്ര വരും? തേക്കിന്റെ 7,500 സ്റ്റാർട്ടിംഗ് വരും. കട്ടില 7,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ 2,000 വരുന്നത് 2,000 വരുന്നത് മരമാണ്. മരത്തിന്റെ തന്നെ കുറഞ്ഞ ടൈപ്പാണ് അത്. മുള്ളുവേങ്ങ. അതെ. ഇതെല്ലാം നമുക്ക് 4,000-ന്റെ ഡോറുകളാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 4,000-ന്റെ ഡോർ. മഹാഗണിയല്ല, ഇത് കരിവേലകം. അതെ. മഹാഗണിയുടെ 4,000 രൂപ നമുക്ക് സ്റ്റാർട്ടിങ്ങിലുണ്ട്. അതെ. ഈ ഡോർ, ഈ കരിവേലകം എന്ന് പറയുന്നത് നല്ല തടിയാണോ സാർ? നല്ല തടിയാണ്, കൊടുക്കുന്നതാണ്. നോർമലായിട്ട് എക്കണോമിക്കലായിട്ട് മേടിച്ച് ചെയ്യാവുന്ന തടിയാണ്. ഈട് നിൽക്കാൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇല്ല. എല്ലാം നമുക്ക് നിൽക്കുന്നതാണ്. ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് പോകാനുള്ള ചാൻസസ് ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഡബിൾ ഡോറുകൾ, ഏരിയയിൽ വന്ന ഡബിൾ ഡോറുകൾ ഉണ്ട് ഒത്തിരി. ഏത് ഡിസൈനിലും ചെയ്യാം. നമ്മൾ കുറച്ച് ഡിസൈൻസ് മാത്രമാണ് ഇവിടെ അടിച്ചു വെച്ചിട്ടുള്ളൂ. കുറച്ച് ഡിസൈൻസ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിത് തേക്കിന്റെ ഡബിൾ ഡോർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് പ്രൈസ് വരും സാർ? നമുക്ക് തേക്കിന്റെ ഡബിൾ ഡോർ എല്ലാം നമുക്ക് 20,000 പ്രീമിയം കാറ്റഗറിയിൽ നമുക്ക് സ്റ്റാർട്ട് ആവും. നമുക്ക് വിട്ടിലോ കാര്യങ്ങളിലോ കൂടുതൽ വരാന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൈസയ്ക്ക് നമുക്ക് വ്യത്യാസം വരും. അതെ. അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പുകളിൽ ആവശ്യമായ പലകകൾ, ടോപ്പിലെ പലകകൾ നമുക്ക് ഏത് കനത്തിലും ഏത് വിട്ടിലും സൈസിലും നമുക്ക് കസ്റ്റമർ ആവശ്യം അനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതെ. ഇത് ജസ്റ്റ് പോളിഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ തരുമ്പോൾ പോളിഷ് ഒന്നും ഉണ്ടാവില്ല. പോളിഷ്. അതെ. അത് ഒത്തിരി ഉണ്ട്. നമുക്ക് കുന്നിവാക, പ്ലാവ്, മഹാഗണി, ആഞ്ഞലി, ഇരിക്കുന്നതെല്ലാം ഓരോ തടികളാണ്. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ. ഫ്ലോറിങ്ങിനായിട്ട് ആയിരുന്നാലും നമ്മൾ ചെയ്തു കൊടുക്കും. ഫ്ലോറിങ്ങിന് വേണ്ട തടി. അതെ. ഈ പറഞ്ഞത് നമുക്ക് ഡെലിവറി ഉള്ളതാണ് കേരളത്തിൽ എവിടെയായാലും ഡെലിവറി ഉള്ളതാണ്. ഇപ്പോൾ കസ്റ്റമർക്ക് ഇനിയിപ്പോൾ ഇത് മാത്രമല്ല, വുഡിന്റെ സംബന്ധിച്ച് ഏത് രീതിയിലായാലും തടിയെ സംബന്ധിച്ചുള്ള ഏത് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റും. കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിനൊക്കെ എങ്ങനെ പ്രൈസ് വരുന്നുണ്ട് സാർ? ഇതെല്ലാം നമുക്ക് ഒരു കുറഞ്ഞ ടൈപ്പിലുള്ളതാണെന്ന് വെച്ചാൽ ഒരു 700-800 രൂപ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരും. സ്റ്റാർട്ടിങ് 700 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതെ. അതിപ്പോൾ നമുക്ക് കസ്റ്റമർ ഇപ്പോൾ തിക്നെസ് തീരെ കുറവ് മതിയെന്നത് അതിനനുസരിച്ച് കുറയും. കൂടുതൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൂടും. തിക്നെസ്സിനനുസരിച്ചാണ് ഇതിന്റെ പ്രൈസ്. തിക്നെസ്സും വിഡ്ത്തും അനുസരിച്ചാണ് നമുക്ക് അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ വിളിക്കുകയാണെങ്കിൽ അവരെ ആവശ്യത്തിന് അവരെ തിക്നെസ്സും ലെങ്തും വിഡ്ത്തും എല്ലാം പറയുകയാണെങ്കിൽ നമുക്ക് ആ പ്രൈസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ചെയ്തു കൊടുക്കാൻ പറ്റും. അവർക്ക് അപ്പം തന്നെ കൊട്ടേഷനായിട്ട് ഇട്ട് കൊടുക്കും നമ്മൾ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റീൽ വിൻഡോസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വിൻഡോസും ഡോർസും ഉണ്ട്. ഏത് രീതിയിൽ നമുക്ക് കസ്റ്റമർ ആവശ്യപ്രകാരം നമുക്ക് സൈസിൽ ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മളിവിടെ ചെയ്യുന്നതാണല്ലേ? അതെ. കസ്റ്റമർ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന രീതിയിൽ ചെയ്യണം, ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കും എല്ലാ രീതിയിലും. ഇതിപ്പോൾ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ്. അതെ. ഇതെല്ലാം നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഓരോ ഡിസ്പ്ലേക്ക് അനുസരിച്ച് നമുക്ക് കസ്റ്റമർ ചൂസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അവര് വീടിന്റെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് മാറ്റി ചെയ്തു കൊടുക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി അതിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല ടൈപ്പിലാണ് വരുന്നത്. അതെ. ഇതിലിട്ടേക്കുന്ന പൈപ്പുകളായിരുന്നാലും എങ്ങനെ വേണം മാറ്റാം. ഏത് രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും.
പട്ട, കമ്പി, പല കമ്പനികളുടെയും വാങ്ങുമ്പോഴത്തേക്ക് അവർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് നമുക്ക് കിട്ടാറുള്ളത്. അതെ അതെ അതെ, ഇത് അങ്ങനെയല്ല, നമുക്ക് എങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. ഏത് രീതിയിലൂടെ നമുക്ക് ചെയ്തു ഏത് രീതിയിലും. ഇത് വാറന്റി വരുന്നുണ്ടോ സാർ? ഇത് ഇതെല്ലാം വാറന്റിയുടെ. അതെ അതെ അതെ. ഇതിന്റെ കോട്ടിംഗ് വരുന്ന പൗഡർ കോട്ടിംഗ് ആണ്. നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ പൗഡർ കോട്ടിംഗ് ഉണ്ടാവില്ല. അത് കാരണം എന്ന് വെച്ചാൽ വെച്ച് പണിത് അതിന് ശേഷമാണ് പെയിന്റിങ്ങിൽ ചെയ്യുന്നത് നല്ലത് എപ്പോഴും. അതെ അതെ, അല്ലെങ്കിൽ സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു ജനൽ സ്റ്റീലിൽ ചെയ്യണമെന്നുണ്ട്. ഒരു നോർമൽ ജനലൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡോർ ഫ്രെയിമിനാണെന്ന് വെച്ചാൽ 2800 റുപ്പീസ് സ്റ്റാർട്ട് ആവും. 2800 തൊട്ട് നമുക്ക്. അതെ 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 അതെ. ഓക്കെ, ഇതെല്ലാം ഇമ്പോർട്ടഡ് ഡോർസ് ആണ്, സ്റ്റീൽ ഡോർസ്. ഇതെല്ലാം ലോക്സും ഇതെല്ലാം വരുന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ അറിയാം, മൾട്ടി ലോക്സ് ആണ്. മൾട്ടി ലോക്കിംഗ്. അതെ അതെ. ഓരോന്നിനും ഹാൻഡിൽസും വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രെയിംസുകൾ, തിക്നെസ്, വിഡ്ത്ത്, ഇതെല്ലാത്തിലും വ്യത്യാസം വരും. ഇതെല്ലാം ഡബിൾ ട്രിപ്പിൾ ലോക്കിംഗ് സിസ്റ്റമാണ്. അതെ, 3/4 ഡോറ്. ഇതും ഈ സെറ്റോട് കൂടി തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാമല്ലോ? അതെ അതെ അതെ, ഇത് ഫുൾ സെറ്റാണ് നമുക്ക് ഡെലിവറി വരുന്നത്. ഇതിനൊക്കെ ഡെലിവറി ചാർജ് എങ്ങനെ വരും? ഈ ഒരു ഫുൾ ഡോറായിട്ട് വരുമ്പോൾ ഏതായാലും 1 ലക്ഷത്തിന് മേലെയാണെങ്കിൽ ഡെലിവറി ഫ്രീ ആയിരിക്കും. അതെ, സിംഗിൾ ആയിട്ട് വരുമ്പോഴും നമുക്ക് ക്ലബ് ചെയ്ത് വിടണമെന്ന് വെച്ചാൽ അങ്ങനെ രീതിയിൽ വിടും, ചെയ്തു കൊടുക്കും. ഓക്കെ, ഏത് രീതിയിലും. നല്ലൊരു പാറ്റേൺ. അതെ അതെ, ഒത്തിരി മോഡൽസ് ഉണ്ട് നമുക്ക്, ഒരുപാട് മോഡൽസ് ഉണ്ട്, കാറ്റലോഗ് ഉണ്ട്. ഇപ്പോൾ കസ്റ്റമർ ഇപ്പോൾ വൺസ് നമുക്ക് റിക്വയർമെന്റ് അയച്ചു തരാമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ അവിടെ കാറ്റലോഗ് സെൻഡ് ചെയ്ത് കൊടുക്കും. അവർക്ക് അതിനനുസരിച്ച് ചൂസ് ചെയ്ത് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. ഫ്രണ്ട് ഡോറിൻ്റെ വേറെ ഒരു ഡിസൈനാണ്. ഇതെല്ലാം വ്യത്യസ്തമായ പറഞ്ഞോളെ കണ്ടമാനം ഡിസൈൻസ് ഉണ്ട്. കസ്റ്റമർ ഏത് രീതിയിലാണ് പറയുന്നത് അതിനനുസരിച്ച് ഇതിപ്പോൾ നമുക്ക് സെലക്റ്റീവായിട്ട് ഡിസൈൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ മാനുഫാക്ചറിങ് അല്ല, ഇത് ഇമ്പോർട്ടഡ് ഡോർസ് ആണ്. അതെ, ഇത് ഇമ്പോർട്ടഡ്. അതെ അതെ അതെ, അതിനനുസരിച്ച് നമുക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ഉണ്ട്. ഇതെല്ലാം വാറന്റിയോട് കൂടിയിട്ടാണ് വരുന്നത്. അതെ അതെ അതെ. അതുപോലെ തന്നെ നമുക്ക് FRP ഡോറുകളെല്ലാം നമുക്ക് ചെയ്യുന്നുണ്ട്. FRP ഡോറുകൾ പല ഡിസൈൻസ് ഉണ്ട്, ആയിരക്കണക്കിന് ഡിസൈൻസ് ഉണ്ട്. കസ്റ്റമർ ആവശ്യപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡിസൈൻസ് നമുക്ക് വാട്സപ്പിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് അവർ സെലക്ട് ചെയ്യാം അങ്ങനെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പല ഡിസൈൻസ് നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എങ്ങനെ വരുന്നുണ്ട്? ഇതെല്ലാം നമുക്ക് 6900 ആണ് സ്റ്റാർട്ട് ആവുന്നത്. ഇത് വിത്ത് ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെയാണ് നമുക്ക് സ്റ്റാർട്ട് ആവുന്നത്. ഇൻസ്റ്റലേഷൻ ഉൾപ്പെടെ 6900 സ്റ്റാർട്ട് ചെയ്യും. അത് ബെഡ്റൂം ഡോർസിനാണെങ്കിൽ വ്യത്യാസങ്ങൾ വരും ചെറുതായിട്ട്. ബാത്റൂം ഡോർസ് ആണ് അതിന് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അതിനാണ് നമ്മൾ ഈ പ്രൈസ് പറഞ്ഞത്. ഈ ഇൻസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ ആണ് ചെയ്തു കൊടുക്കുന്നത്? നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റും തൃശ്ശൂരുമാണ്. ഏകദേശം ഒരു 50 to 60 കിലോമീറ്ററിനുള്ളിൽ ആണ് ചെയ്തു കൊടുക്കുന്നത്. അതിന് മേലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ചാർജ് വരും. അയച്ചു കൊടുക്കണമെങ്കിൽ അയച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ജനൽ പാളികളെല്ലാം നമുക്ക് 700 രൂപ തുടങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലുണ്ട്. 700 വേങ്ങ. അതെ, വേങ്ങ നമുക്ക് 700 രൂപയാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. സാറിന്റെ കഴിയിരിക്കുന്നത് 700-ന്റെ ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മഹാഗണി 800 രൂപ. അത് 800 രൂപ. പിന്നെ കുന്നിവാഗ 950 രൂപ. അതെല്ലാം പ്ലെയിൻ ആയിരിക്കും. ഇങ്ങനെ ഡിസൈൻ വരുമ്പോൾ ചെറിയ വേരിയേഷൻസ്. അതെ അതെ അതെ, പ്ലെയിൻ ഡിസൈനാണ് നമ്മൾ പ്രൈസ് പറഞ്ഞത് ഓരോന്നിനും. പിന്നെ ഏത് ഡിസൈനിലും നമുക്ക് ചെയ്തെടുക്കാം. ഒത്തിരി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കസ്റ്റമർ വരുമ്പോൾ നോക്കിയിട്ട് ഇതിനനുസരിച്ച് നമുക്ക് ഇതിപ്പോ ഏതുകൊണ്ടാണ് വരുന്നത് സാർ? ഇത് ടീക്കാണ്. ടീക്കാണല്ലേ? അതെ അതെ അതെ. ഇത് ഏകദേശം ഒരു 3000 റുപ്പീസിന്റെ അടുത്ത് സ്റ്റാർട്ടിങ് വരും. 3200 അടുത്ത്. അതുകൊണ്ട് ഒത്തിരി ഡിസൈൻസ്, ഒരുപാട് ഡിസൈൻസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കട്ടില നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞത് 2000 രൂപ തുടങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട്. 2000 മുള്ളു വേങ്ങ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് 2000 രൂപയാണ് വരുന്നത്. പിന്നെ വെന്റിലേറ്റേഴ്സ് അതുപോലെ തന്നെ ഇതും നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ 2800 പറഞ്ഞാൽ നമ്മൾ സ്റ്റീലിന്റെ കട്ടില 2800 ആണല്ലേ സ്റ്റീലിന്റെ കട്ടില വരുന്നത്? അതെ 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 അതെ. അതിന് പടിയില്ലാത്തതിനും പടിയുള്ളതിനും വ്യത്യാസങ്ങളുണ്ടാവും ഓരോന്നിനനുസരിച്ച് തിക്നെസ്സിനും. ഇപ്പൊ ഈ ഇരിക്കുന്നത് 2800-ന്റെ ആണോ? അല്ല, ഇത് പടിയുള്ളതാണ്. അതെ അതെ അതെ, വ്യത്യാസങ്ങളാണ്. അതുപോലെ തന്നെ WPC ഉണ്ട് കട്ടില. PVC കട്ടിലാണ് അല്ലേ? WPCയുടെ ഡോറുണ്ട് ചെയ്തു കൊടുക്കുന്നത്. കട്ടില ചെല്ലുന്ന അതിൽ സെഗ്മെന്റ് എല്ലാം നമുക്കുണ്ട്, ഏതും ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, പാളികളുടെ ഒത്തിരി ഡിസൈൻസ്, ഓരോരോ ഡിസൈൻസ് ആണല്ലേ ഇവിടെ വരുന്നത്. ഒത്തിരി ഡിസൈൻസ് ഉണ്ട്.
ഈ 3 പാളി എത്ര വരും സാർ? ഇതെല്ലാം ഏകദേശം നമുക്കൊരു 8,000 റുപ്പീസിന്റെ അടുത്ത് സ്റ്റാർട്ടിങ് വരും. കരിവേലകം ഈ പട്ടയം കമ്പി എല്ലാം കൂടി എല്ലാം ഉൾപ്പെടെയാണ് വരുന്നത് ഈ പറഞ്ഞ പ്രൈസ്. അതെ അതെ അതെ. ഇത് നമ്മൾ ഇപ്പോൾ ഒരു വീടിന്റെ ആവശ്യത്തിനുള്ള ഫുൾ ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് ഡെലിവറി ചെയ്ത് കൊടുക്കാം. സിംഗിൾ പീസ് ആയിരുന്നാലും അല്ല ബൾക്കായിട്ടാണെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളെ അങ്കമാലിക്ക് അടുത്തുള്ള ഷോറൂമാണ്. ഇതിൽ നമുക്ക് ഒത്തിരി ഡിസൈൻസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് അന്ന് വന്നേക്കാളും കൂടുതൽ നമുക്കിവിടെ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പുതിയ കാറ്റഗറിയിലും പുതിയ വുഡിലും മഹാഗണിയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കൊടുക്കാവുന്ന രീതിയിൽ ആക്കി തീർത്തിട്ടുണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഇവിടേക്ക് ഡിസൈൻ എടുക്കാം. അതുപോലെ തന്നെ കൊട്ടേഷൻസ്, ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ വീട് വെക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടേഷൻ എടുത്ത് ഏതെങ്കിലും സ്ഥലങ്ങളിൽ കാണിച്ച് ഏറ്റവും കൺവീനിയൻ്റ് രീതിയാണെങ്കിൽ മാത്രം തിരിച്ചു വന്നാൽ മതി. ഇപ്പോൾ നമ്മൾ കുറച്ച് ഡിസൈനും നമ്മൾ ഇഷ്ടത്തിനുള്ള കാര്യം സാറിന് അയച്ചു തന്നു കഴിഞ്ഞാൽ നമ്മളൊരു കൊട്ടേഷൻ കൊടുക്കൂലേ? കൊടുക്കും, പിന്നെ തീർച്ചയായിട്ടും. അത് കൊടുത്ത് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്ത് നോക്കി സ്റ്റഡി ചെയ്ത് വാങ്ങിയാൽ മതി. മറ്റുള്ള ഇടത്തേക്കാളും പ്രൈസ് കുറവാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. അതെ 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 അതെ. ഓക്കെ, നമുക്ക് ഇവിടുത്തെ കുറച്ച് ഡിസൈൻസ് ഒന്ന് കാണാമോ സാർ? പെട്ടെന്ന് ഒത്തിരി ഡിസൈൻസ് നമുക്കുണ്ട് ഇവിടെ, ഒത്തിരി ഡിസൈൻസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസൈനുകൾ ഇതൊക്കെ ഒരു അതെ ചെറിയ വർക്കുള്ളത്. പിന്നെ ഗ്രൂവിൽ പല ഡിസൈൻസും നമ്മൾ ചെയ്തിരിക്കുന്ന രീതിയിൽ വന്നേക്കുന്നത്. ഇപ്പോൾ ഈ കണ്ടതിന് എത്ര പ്രൈസ് വരും? ഇതിനെല്ലാം നമുക്ക് ഒരു 20,000 സ്റ്റാർട്ടിംഗ് റേഞ്ച് വരും. 20,000? അതെ, ഫുൾ ലെങ്ത് പലകയായിരിക്കും ഇതെല്ലാം വന്നത്. 13 to 14 ഇഞ്ചസ് പലക വരുന്നുണ്ട്. അത് കാരണം കൊണ്ടാണ് അതിന്റെ പ്രൈസ് റേഞ്ച് മാറുന്നത്. നമുക്ക് ചെറുതാവും തോറും അതിനനുസരിച്ച് പൈസ നമുക്ക് കുറയും. അതെ, എല്ലാം പ്രീമിയം കാറ്റഗറിയിലാണ് വരുന്നത്. നമുക്ക് ഡോർ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സെലക്ട് അതാണ് കൂടുതലും കുറച്ചും കൂടി കൺവീനിയന്റ് ആണ്. ഇവിടെ വന്ന് സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അല്ലേ? അതെ, പിന്നെ ഇപ്പൊ അകല ഉള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ റേറ്റ് എടുത്തിട്ട് വന്ന് കാണാൻ ചെയ്യാനുള്ള സൗകര്യം, വന്ന് കണ്ട് ഓർഡർ തന്നിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കയറ്റി അയച്ചു കൊടുക്കാം. കയറ്റി അയച്ചു കൊടുക്കാം. അതെ, അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. CNC വർക്കുകളും ഇവിടെ ഈ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നതും എല്ലാം പോളിഷ് ചെയ്യാതെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. എല്ലാം പോളിഷ് ചെയ്ത് 1-2 പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ വേണ്ടി മാത്രം. പക്ഷേ കസ്റ്റമർക്ക് നമ്മൾ പോളിഷ് ചെയ്ത് കൊടുക്കില്ല. അല്ല, നമുക്കിതിൽ പിന്നെ ഒളിക്കാനൊന്നുമില്ലല്ലോ. ഇതിൽ വെള്ള കേട്ടണമെന്ന് വരയ്ക്കണമെന്ന്. നമുക്ക് കാറ്റഗറി ബേസ് ആണ് നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത്. നമ്മൾ പെട്ടെന്ന് ആ ഒരു 7,000 അല്ലേ, അതിനുശേഷം വന്നിട്ട് ഇത് കാണിക്കുന്നത് 20,000 ആണ്. അതല്ല, നമുക്ക് അതിന്റെ ഓരോ റേഞ്ചിനനുസരിച്ച് നമുക്ക് ഏത് ബഡ്ജറ്റിൽ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട്. പിന്നെ തിക്നെസ് കൂടുന്തോറും വീണ്ടും പ്രൈസ് നമുക്ക് കൂടും. അതെ, അല്ലാതെ നമ്മളിപ്പോ 7,000 മാത്രം ഫോക്കസ് ചെയ്തല്ല, നമുക്ക് ഒത്തിരി പ്രീമിയം കസ്റ്റമേഴ്സ് ആണ്. നമുക്കിപ്പോ കൂടുതലും പ്രീമിയം കസ്റ്റമേഴ്സ് ആണ് ഇവിടെ വരുന്നത്. അതെ, അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഷോപ്പുകൾ ഏകദേശം നമ്മുടെ നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് നമ്മൾ എല്ലാ ഷോപ്പുകളും നമുക്ക് എല്ലാം സൈഡിലാണ്. അതെ അതെ അതെ. കാരണം കൂടുതലും നമുക്ക് അവിടെ നിന്നുള്ള വർക്കുകൾ കൂടുതൽ അങ്ങോട്ടേക്കാണ് പോകുന്നത്. തൃശ്ശൂർ ആ സൈഡ് കാര്യങ്ങളൊക്കെ, ട്രിവാൻഡ്രം ഈ സൈഡെല്ലാം നമുക്ക് ഇവിടെ ഒത്തിരി ഡിസൈൻസ് അവിടെ ഇട്ടിരുന്ന ഡിസൈൻ, പ്ലെയിൻ ഡിസൈൻ. അതെ അതെ അതെ. ഇതാ ബ്ലൂ വർക്കുകളിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇത്. പിന്നെ ഓൾറെഡി അവിടെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ പോളിഷ് ഇപ്പോൾ 7,000 പോളിഷ് ചെയ്ത് കിട്ടിയതാണ് ഈ കാണുന്നത്. 7,000 പോളിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ വരും അല്ലേ? 2 കോട്ട് സീലർ മാത്രമാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. സീലർ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ക്ലിയർ ചെയ്തിട്ടില്ല. അതെ, ക്ലിയർ ചെയ്തിട്ടില്ല. ഇത് 12,500. അതെ അതെ. 8,500 വരുന്നുള്ളൂ. ഈ 7,500 ഇത്രയും തിക്നെസ് വരും അല്ലേ? അതെ, 1.25 ഇഞ്ച് തീർത്തുണ്ടാവും സൈസ്. എല്ലാത്തിനും നമുക്ക് സൈസിൽ കുറവുണ്ടാവില്ല ഏതിലായാലും. ഇപ്പം ഇത് തന്നെ ഇതിന്റെ പ്രീമിയം കാറ്റഗറി വരുമ്പോൾ നമുക്ക് ഏകദേശം 12,500 വരും. പക്ഷെ ഇത് പലക ജോയിന്റ് ആയതുകൊണ്ട് ഇതിന് 8,500 മാത്രം വരണം. 8,500 അതെ. അപ്പൊ ഇതിന്റെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ 12,500, അത് 8,500 വരുള്ളൂ. പലക ജോയിന്റ് വരുമ്പോഴത്തേക്ക് 8,500. ഇതെല്ലാം പലക ജോയിന്റ് ആണ്. ഇതെല്ലാം ജോയിന്റ് വരുന്നതാണ്. അപ്പൊ പ്രൈസ് കുറച്ച് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതെ അതെ. ഓക്കെ ഓക്കെ. ഇതും അത് ജോയിന്റ് വരുന്നതാണോ? അല്ലല്ലോ, ഇതും ജോയിന്റ് വരുന്നതാണ്. അതെ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്കെല്ലാം ജോയിന്റ് വരുന്നതാണ്. പ്രൈസ് കുറഞ്ഞ നമ്മൾ നേരത്തെ കണ്ടെല്ലാം പ്രീമിയം കാറ്റഗറി കഴിഞ്ഞു, അടുത്ത് കുറഞ്ഞതാണ് വരുന്നത്. അതെ, ഇതെല്ലാം 9,500, 8,500, 7,500 ആ റേഞ്ചിലേക്ക് വരും. 8,000.
ഒത്തിരി ഡിസൈൻസ് ഉണ്ട് അല്ലേ? ഒത്തിരി ഡിസൈൻസ് ഉണ്ട്, ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. ഇപ്പൊ ഈ പ്രൈസ് കുറഞ്ഞതിലായിരുന്നാലും പ്രീമിയത്തിലായിരുന്നാലും ഒത്തിരി ഡിസൈൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ട്രിപ്റ്റ് മഹാഗണി. ഇത് മഹാഗണിയാണ്. കാരണം ഇതെല്ലാം നമുക്ക് 7,700 വരും. 7,700 വരും. അതെ അതെ, സ്റ്റാർട്ടിംഗ് റേഞ്ച്. ഇത് എല്ലാം സീസൺ ഫുഡ് ആയിരിക്കും, എല്ലാം ട്രീറ്റ് ചെയ്താ വരുന്നത്. ഇത് അതിന്റെ തന്നെ നമുക്ക് പ്ലാവിൽ വരുന്നത് പറഞ്ഞില്ലായിരുന്നു. പിന്നെ നമുക്ക് കുന്നിവാകയുണ്ട്. ഇത് കുന്നിവാകയാണ്. അതെ അതെ അതെ. അതിന് എത്ര പ്രൈസ് വരുന്നുണ്ട് സാർ? ഇതെല്ലാം ഒരു 600. ഇതിനും പലകയ്ക്ക് ജോയിന്റ് ഉണ്ടാവില്ല. ഇല്ല, പ്ലെയിൻ ആണ്. അതെ. ഓക്കെ. വിത്തൗട്ട് ജോയിന്റിലായിരിക്കും വരിക. മാക്സിമം നമ്മൾ ജോയിന്റ് ഒഴിവാക്കിയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കും. അതെ. ഇത് 4000 ഡോർ നമ്മൾ അവിടെ കണ്ടത്. 4000 ഡോറാണ് അല്ലേ? സ്കിൻ ഡോറുകൾ മെമ്മറി നമ്മൾ നേരത്തെ കണ്ട സ്കിൻ ഡോറിന്റെ 300 ആണല്ലേ എൻ്റെ പ്രൈസ്? അതെ അതെ അതെ. ഓരോന്നും അതിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരും. ഇത് 2,200. അത് 4000 മഹാഗണി ഡോറാണ്. മഹാഗണിയുടെ 4000 ഡോറാണ് അല്ലേ? ഇതിലും ഇത് ഈ മഹാഗണിയാണെന്ന് വെച്ചിട്ടും അതിലും വെള്ള കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് ഇല്ല. നല്ല തടിയാണ് കയറി വരുന്നത്. ഒത്തിരി ഡിസൈൻസ് ഒരുപാട് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ ഒത്തിരി ഡിസൈൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അതെ, കുറച്ച് ഡിസൈൻസ് ഒക്കെ നമ്മൾ ഡബിൾ ഡോറുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഡബിൾ ഡോർ വരുന്നത് ഡബിൾ ഡോർ ആണത്. ഇത് ജസ്റ്റ് അതിനൊരു ഡിസൈൻ ആക്കി ചെയ്തു. ഇതിന് പ്രൈസ് എത്ര വരും സാർ? ഇത് ഏകദേശം 25,000 അടുത്ത് നമുക്ക് കോസ്റ്റ് വരും. 25,000 വരും. അതെ അതെ. വർക്ക് നല്ല വർക്ക്. അതെ, വർക്ക് ഉണ്ട്. CNC വർക്കിലാണ് വരുന്നത്. അതുകൊണ്ടാണ് കോസ്റ്റ് വരുന്നത്. പിന്നെ കുന്നിവാക, അതിന്റെ തന്നെ കുന്നിവാകയുടെ തന്നെ ഡബിൾ ഡോർ. കുന്നിവാകയുടെ അതെ, 3/4 ടൈപ്പ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ഗ്രെയിൻസ് എല്ലാം വരുന്നതാണ്. ഫുഡിന്റെ ഒരു കാറ്റഗറി തന്നെ വരുന്ന തടിയാണ്. ഇതാണ് നമ്മൾ പ്ലാവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒറിജിനൽ പ്ലാവ്. പ്ലാവിന്റെ തടി ഡോർ വരുമ്പോഴത്തേക്ക് എങ്ങനെ? ഇതെല്ലാം നമുക്ക് 6,500 സ്റ്റാർട്ടിങ് വരും. 600 വരും പ്ലാവല്ല. അത് നമുക്ക് പലകയ്ക്ക് ജോയിന്റ് ഉണ്ടാവില്ല. പലകയ്ക്ക് ജോയിന്റ് വരാത്ത രീതിയിൽ നമുക്ക് അതിനനുസരിച്ച് വ്യത്യാസം. മാക്സിമം നമുക്ക് ഈ പ്ലാവ് ഇതൊക്കെ എല്ലാം ജോയിന്റ് ഇല്ലാതെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതെ, കാരണം പിന്നീട് അതിനല്ലെങ്കിൽ കംപ്ലൈൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് സീസണിങ് ആവുന്ന ഫുഡുകളാണ്. അപ്പൊ അത് കാരണം നമുക്ക് മാക്സിമം പ്രൈസ് കുറച്ച് കൂടിയാൽ ഇപ്പൊ തേക്കിന്റെ ഡോർ 7,000 എങ്ങനെ കൊടുക്കാൻ പറ്റും, പ്ലാവിന്റെ ഡോർ എന്തുകൊണ്ട് 6,500 എന്ന് പറയുമ്പോൾ അതിനുള്ള ക്വാളിറ്റി ബേസിലായിരുന്നു വ്യത്യാസം വരുന്നത്. അതെ. പിന്നെ അതുപോലെ തന്നെ ഡബിൾ ഡോറുകൾ അത്യാവശ്യം നല്ലൊരു നല്ല ഭംഗിയുള്ള ഡോറാണ്. പാറ്റേണിൽ വ്യത്യാസങ്ങളുണ്ടാവും. ഇതിൽ ഈ ബീഡിങ് സ്റ്റീൽ അതൊക്കെ ആയിട്ടാണോ കൊടുക്കുന്നത്? അല്ല, അത് നമ്മൾ അതിന് ഗ്രൂ അടിച്ചു കൊടുക്കും. കസ്റ്റമർക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവർക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് വേറെ പണി കാര്യങ്ങളൊന്നും വരത്തില്ലല്ലോ? ഇല്ല, അത് ഫിക്സിങ്ങിന്റെ സമയത്താണ് നമ്മൾ ഇതെല്ലാം ഇത് അത് എല്ലാം ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് നമ്മൾ ഈ പറയുന്നത് അല്ലേ? ഏത് ഫിക്സിംഗ് അല്ല, ഇതിൽ വരുന്ന ഈ സ്റ്റീലിന്റെ ഗ്രൂ ഇടും. അതിന് സ്റ്റീൽ അവർ മേടിച്ചിടണം. നമുക്ക് വുഡിന്റെ എല്ലാം ഫിനിഷ് ചെയ്ത് കൊടുക്കും. വുഡിൽ എന്തൊക്കെയാണ് അതിൽ വരുന്നത് അതെല്ലാം ഫിനിഷ് ചെയ്ത് കൊടുക്കും. ബാക്കി അവർ ചെയ്യാണ്ട്. അതെ അതെ അതെ. അതുപോലെ തന്നെ പാളികളും നമുക്ക് ഇവിടെ ഒത്തിരി ഡിസൈൻസ് ഉണ്ട്. നമ്മൾ അവർക്ക് കണ്ടേക്കാൾ കൂടുതൽ തന്നെ ഒഴിയുണ്ട്, ചെയ്ത് വെച്ചതുണ്ട്. കസ്റ്റമർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വന്ന് ചൂസ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ വന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും. കണ്ട് ഇഷ്ടപ്പെടുന്നതല്ലേ എപ്പോഴും നല്ലതല്ലേ? അല്ല, ഇപ്പൊ ഒരു കോൺട്രാക്ടർ ആണെങ്കിൽ ഒരു തവണ വന്ന് കണ്ടിട്ട് ഒറ്റ തവണ വന്ന് കണ്ടാൽ മതി. പിന്നീട് ബാക്കിയെല്ലാം നമുക്ക് അവർക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെയുള്ള റോയൽ കസ്റ്റമേഴ്സ് അന്ന് സാർ പറഞ്ഞു. അതെ അതെ, ഒത്തിരി പേരുണ്ടല്ലോ. ഇതെല്ലാം അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കട്ട്ളകളായാലും നമുക്ക് സൈസുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 1 or 2 days ചെയ്ത് കൊടുക്കാവുന്ന സെറ്റപ്പും നമുക്ക് ഉണ്ട്. ഏതിന് ചെയ്യാം. ഇതാണ് നമ്മുടെ ഗോഡൗൺ. ഏകദേശം നമുക്ക് ഓർഡർ അനുസരിച്ച് പണിയുന്നതെല്ലാം ഇവിടെ വന്നിട്ടാണ് നമുക്ക് ഡെലിവറി പോവാ. ഇവിടെ അതായത് വർക്ക് അനുസരിച്ച് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. വർക്ക് അനുസരിച്ച് ഇപ്പോൾ നമുക്ക് പല ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നതാണ്. ഇതിപ്പോൾ പത്തനംതിട്ടയ്ക്കുള്ള ഡോറുകളാണ്. കോട്ടയം, അതെ,
ഓരോ സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കുന്നതാണ് ഓർഡർ അനുസരിച്ച്. അപ്പോൾ അതിനനുസരിച്ച് ഡെലിവറി പോകാനുള്ള ഐറ്റംസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് വർക്ക്? നമുക്ക് എത്ര ഓർഡർ ആണെങ്കിലും നമുക്ക് 15 to 20 days ആണ്. പിന്നെ കസ്റ്റമർക്ക് ഏത് രീതിയിലുള്ള റിക്വയർമെന്റ്സ് ആണ്. ഇപ്പോൾ ചില കസ്റ്റമർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൊടുക്കണം ഇതുണ്ടെന്ന് നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് ഇപ്പോൾ ബൾക്ക് ഓർഡർ ആയിരുന്നാൽ കൂടി നമുക്ക് എത്ര ഓർഡർ ആയാലും 1000 കണക്കിന് ഡോർ ആയാലും നമുക്കത് 20 ദിവസം കൊണ്ട് ചെയ്തു കൊടുക്കാം. മാക്സിമം 20 ദിവസം, മാക്സിമം 20 ദിവസം കൊണ്ട് ചെയ്തു കൊടുക്കാം. അതെ. ഇനിയിപ്പോൾ നമുക്ക് ചില ഡിസൈൻസ് വരും, നമുക്ക് ഈ കൂടുതൽ തിക്നെസ് കൂടിയതൊക്കെ അത് ചിലപ്പോൾ 25 days എന്തെങ്കിലും മിനിമം എടുക്കും. അത് എടുക്കും, കാരണം അത് സീസണിങ് പ്രോപ്പർ ആവണം എപ്പോഴും. അതിന് ഈ സീസണിങ് ടൈമാണ് നമുക്ക് 15 days വരുന്നത്. നമുക്കിത് ഡോറുകളെല്ലാം മാനുഫാക്ചറിങ്ങിന് 1 or 2 days മാക്സിമം മതി. അതെ. ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു വലിയ സൈസ്. അതെ, നമുക്ക് ഏത് രീതിയിലാണ് ഇതും ഈ പറഞ്ഞോണ്ട് തന്നെ നമുക്കൊരു ചർച്ചിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. ഇത് ചർച്ചിൻ്റെതാണല്ലേ? അതെ അതെ അതെ. ഫ്രെയിംസ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇതെല്ലാം ഏത് രീതിയിൽ എത്ര ഹൈറ്റ് കൂടിയതായാലും വിഡ്ത്ത് കൂടിയതായാലും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. ചെയ്തു കൊടുക്കാം. ഈ അമ്പലങ്ങളും പള്ളികളും ഒക്കെ ആകുമ്പോഴത്തേക്ക് സൈസ് നമ്മൾ നോർമൽ സൈസ് അല്ല, വലിയ സൈസ് ആയിരിക്കും വരിക. അപ്പോൾ ഏത് സൈസിൽ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. ഇതിൽ ജോയിന്റ് കാര്യങ്ങളൊന്നും വരത്തില്ലല്ലോ സാർ? ഇത് ഇല്ലില്ല, ഇതിലൊറ്റ ജോയിന്റും വരില്ല. നമുക്ക് ഒരു ജോയിന്റും വരാതെ എത്ര അടിക്കുവാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതെ. ഇതെല്ലാം ഡിസൈൻസ് എല്ലാം സെലക്റ്റീവ്. ഇത് പേര് എഴുതിയിട്ടുണ്ട് ഇവിടെ, ഓരോരുത്തർക്കും ഉള്ളതിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എല്ലാം പേര് എഴുതി മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓരോന്നെല്ലാം തന്നെ ഇതാ ജോമോൻ, ഓരോ ഇതിന് ഇതാ ലിസി. ഓർഡർ അനുസരിച്ചാണ് ഇതെല്ലാം ഇരിക്കുന്നത്. തേക്കിൻ്റെ ഫ്രെയിമുകൾ. ഈ തേക്കിന്റെ ഫ്രെയിം ഈ സൈസ് വരുമ്പോഴത്തേക്ക് ഏതാണ് പ്രൈസ് വരുന്നത്? ഇതെല്ലാം നമുക്ക് നോർമൽ സൈസ് ആണെങ്കിൽ ഒരു 1650, 1450. അതിന്റെ വിഡ്ത്തിനും ഹൈറ്റിനനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതെ. പിന്നെ അതിന്റെ നേരത്തെ കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് ടീക്കിന്റെ പാനലിങ്സ്. പാനൽസ് ഉണ്ടല്ലേ? അതെ. പാനൽ ചെയ്യുന്ന ടൈപ്പ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ സൈസ്, ടീക്കൂഡ് സൈസ്, ഇതെല്ലാം ഒറിജിനൽ ഡെപ്പോട്ട് ഫോറസ്റ്റ് ടീക്കാണ്. അതെ. പിന്നെ അതുപോലെ തന്നെ WPCയുടെ കൊടുക്കാം. ഏതും നമുക്ക് ചെയ്തെടുക്കാം. ഇത് കൂടാതെ നമ്മൾ ഫിറ്റിംഗ്സ് ഉണ്ടോ സാർ? നമുക്ക് ഇവിടെ ഉണ്ട്, ഫിറ്റിംഗ്സും ഉണ്ട്. ഫിറ്റിംഗ്സും കൊടുക്കാം. അവരിനി ഫിറ്റിംഗ്സിന് വേണ്ടിയിട്ട് വേറെ ഒരു സ്ഥലത്തോട്ട് പോകേണ്ടി വേണ്ട. എല്ലാം നമുക്ക് ഇവിടെ എല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം കൊടുക്കാവുന്ന രീതി. അപ്പോൾ നമുക്ക് എന്തായാലും ലൈഫ് ഇൻ കേരള ഇത് 2ാമത്തെ തവണയാണ് നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്ത് അവർ ബ്ലോഗ് ചെയ്ത് ഇട്ടിരുന്നു. നമ്മൾ അന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബോർഡ് കണ്ടിട്ട് 7000 ബോർഡ് കയറിയതായിരുന്നു. അതെ. ഇനി എന്തായാലും സബ്സ്ക്രൈബേഴ്സിന് നമുക്കൊരു സമ്മാനം കൊടുക്കാം. ഓക്കെ. ഒരു നല്ലൊരു ഡൈനിങ് ടേബിൾ അവർക്ക് സൗജന്യമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സൗജന്യമായിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാം. അതെ. ഇപ്പൊ ആ ഡൈനിങ് ടേബിൾ കിട്ടാനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യേണ്ടത് എന്താണ് സാർ? ലൈഫ് ഇൻ കേരള ഈ ഒരു എപ്പിസോഡ് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഈ സമ്മാനം സൗജന്യമായിട്ട് കൊടുക്കും. ഒരു ഏകദേശം നമുക്ക് എത്ര രൂപ വിലയുള്ള ഒരു ഡൈനിങ് ടേബിൾ എത്തിക്കാൻ? ഏകദേശം ഒരു 10,000 അടുത്ത് റേഞ്ച് വരുന്ന സമ്മാനം. 10,000 രൂപയുടെ സമ്മാനമാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ടോൾ ട്രീസിന്റെ വകയായിട്ട്. അതെ.